പങ്കുവെച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പെൺകുട്ടികൾ കൂട്ടുകാരികളായി അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെയുള്ള ശാരീരിക ബന്ധങ്ങൾ ചെയ്യുന്നു, ആൺകുട്ടികളുമായി. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്ത പെൺകുട്ടികളോട് നീ സ്ട്രൈറ്റ് ആണല്ലേ, കുട്ടികളുടെ ചോദ്യം അതാണത്രേ, നിനക്ക് പെണ്ണുമായിട്ടുള്ളത് പറ്റൂലല്ലേ, അപ്പം നീ സ്ട്രൈറ്റ് ആണോ? എന്ത് ചോദ്യമാണ് റബ്ബേ! ഇതൊക്കെ ചോദിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട കുട്ടികളാണ്. എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിട്ട് ഞാനത് ഞെട്ടിപ്പോയി. റബ്ബേ, നമ്മുടെ സമൂഹമൊക്കെ ഇത്രയൊക്കെ വഴുതിപ്പോയോ? ഒരാൺകുട്ടിയുടെ കൂടെ നടക്കാൻ പെൺകുട്ടികളെ വിടൂലല്ലോ, ഉമ്മമാരാരും പാർക്കാൻ വിടൂലല്ലോ. എന്നാൽ പെൺകുട്ടിൻ്റെ കൂടെ പോയി കിടക്കാൻ പ്രയാസമല്ലല്ലോ, അവരുടെ കൂട്ടുകാരിയല്ലേ. പക്ഷേ ലോകത്ത് പടിഞ്ഞാറ് ഈ ലോകത്തിന് നൽകിയ ഏറ്റവും ദുഷിച്ച ചില സ്വഭാവങ്ങൾ, അവരിൽ ഒരുപാട് നന്മകളുണ്ട്, പക്ഷെ ഒരുപാട് തിന്മകളും അവർ ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇതൊക്കെ, ഇതുപോലെയുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ സൂക്ഷിക്കുകയും വിവാഹിതരാകുന്നത് വരെ ക്ഷമയുടെ കാലമാണ്. ക്ഷമിക്കണം തന്നെ പറഞ്ഞത് ഖുർആൻ. ക്ഷമിക്കണം. മനുഷ്യനൊക്കെ ഈ ഹോർമോണുകൾ എല്ലാ മനുഷ്യന്മാർക്കുണ്ട്. ഹലാല് കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്നത് വരെ, ഒരു നിക്കാഹിന് അവസരമുണ്ടാകുന്നത് വരെ നിങ്ങൾ തിന്മയിലേക്ക് പോകല്ലേ. അവസരമുണ്ടായിക്കഴിഞ്ഞ് നിങ്ങളുടെ വിവാഹമാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഹലാലായ ഓപ്ഷൻ. ആ ഓപ്ഷൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുവരെ നിങ്ങൾ ക്ഷമിക്കണം. യൂസുഫ് അലൈഹിസ്സലാം അന്യ ഒരു നാട്ടിലാണ്. നമ്മുടെ മക്കളൊക്കെ ഇവിടുന്ന് സ്കോട്ട്ലൻഡിൽ പോകുന്നുണ്ട്, യൂറോപ്പിൽ ഹോളണ്ടിൽ പോകുന്നുണ്ട്, പോളണ്ടിൽ പോകുന്നുണ്ട്, UK പല പ്രദേശങ്ങളിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ഇറ്റലിയിലുണ്ട്. നമ്മുടെ മലയാളി കുട്ടികൾ ഇഷ്ടം പോലെ. UK 60,000 മലയാളികളെ ഈ കൊല്ലം അവിടെ എൻറോൾ ചെയ്ത്. 60,000 മലയാളി കുട്ടികൾ അവിടുത്തെ കോളേജുകൾ UK മാത്രം. അവർക്ക് നാട് വിട്ടു പോകാൻ നമുക്കൊന്നും, അവർക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മക്കൾക്ക് ദീൻ കൊടുത്തിട്ടില്ല എങ്കിൽ. ഞങ്ങൾ അന്യ നാട്ടിലാണ്. ഇവിടുത്തെ ക്ലബും പബ്ബുകളും ഇവിടുത്തെ തിന്മകളുടെ പ്രദേശങ്ങളിലേക്കും ഒക്കെ ആക്സസ് അവർക്ക് എളുപ്പമാണ്. ക്യാമ്പസുകൾ പോലും അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ നല്ല ഈമാൻ വേണം. യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിൽ പ്രവാസിയാണ്. യൂസുഫ് നബിന്റെ നാട് കൻആൻ. ഖൈറോവിൽ നിന്ന് 1300 കിലോമീറ്റർ അപ്പുറത്താണ് കിടക്കുന്നത് കൻആൻ. ആ നാട്ടിൽ നിന്ന് വന്ന അടിമയായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. സൗന്ദര്യത്തിന്റെ പ്രതീകമായ മഹാൻ. അടിമക്ക് എന്ത് വിലയാണ് അവർ കൊടുക്കാറുള്ളത്? ആ അടിമയോടാ പറഞ്ഞത്, സുലൈഖ ബീവി നീ എന്നെ വ്യഭിചരിക്കണം. ആരാ സുലൈഖ ബീവി? ദാതു മൻസുബിൻ വജമാൽ. വെറും ഒരു മുതലാളിച്ച പെണ്ണ് മാത്രമല്ല, നല്ല സൗന്ദര്യമുള്ളവളാണ്. യൂസുഫ് നബി ചെറുപ്പക്കാരനാണ്, വിവാഹത്തിലേക്ക് ആഗ്രഹമുള്ള പ്രായമാണത്. എന്നിട്ട് തിന്മ ചെയ്തില്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ ഓടി രക്ഷപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം. അതാണ് അമ്പിയാക്കന്മാർ നൽകുന്ന പാഠം. ഇതല്ലേ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ മലക്കുകളുടെ സ്വഭാവം ആവാൻ കഴിയില്ല എന്ന് വന്നേക്കാം, മനുഷ്യരിലെ ഉന്നത മൂല്യങ്ങൾ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നല്ലാതെ മൃഗങ്ങൾ ജീവിക്കുന്ന പോലെ കണ്ടവരുടെ കൂടെ മുഴുവൻ കടന്നുറങ്ങാനുള്ള ഒരു ലൈസൻസാണ് ലോകത്ത് വേണ്ടത്. അതാണ് പുരോഗതി എന്ന് പറയുന്നതിന് ഒരിക്കലും ഇസ്ലാമിൽ വഴിയില്ല. ഇസ്ലാം ഒരിക്കലും അത് അംഗീകരിക്കില്ല, പാടില്ലെന്നാ പറയുന്നത്. നമ്മുടെ റസൂൽ ലോകത്തിന് നൽകിയത് ഇത്ര മനോഹരമായൊരു സംസ്കാരമല്ലേ, എന്ത് അന്തസ്സുള്ള സംസ്കാരം, ആണിനും പെണ്ണിനും നൽകിയ സ്ഥാനമാനങ്ങൾ. നമുക്ക് ഓരോരുത്തരും വലിയൊരു ദൗത്യം നിർവഹിക്കാൻ വന്ന ലോകമാണിത്. അതുകൊണ്ട് എൻ്റെ മക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, സ്റ്റുഡൻസ്, ബോയ്സ് ആൻഡ് ഗേൾസ്, നിങ്ങൾ മനസ്സിലാക്കണേ, യു ആർ ഗോയിങ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് ടൈം. യു ഹാവ് എ ലോട്ട് ഓഫ് ചാലഞ്ചസ് ദാൻ വി പീപ്പിൾ ഹാഡ് ഇൻ അവർ യങ് ടൈം. അതുകൊണ്ട് നിങ്ങൾ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ഓവർകം. Let your God Almighty and our moral values be in your right in front of your eyes. Keep up to the values. Don't be deceived. ഒരിക്കലും ചതിയിലേക്ക് പോകരുത്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. അള്ളാഹു അവരെ നല്ലവരാക്കി വളർത്തി തരട്ടെ. അവരിലെ നന്മ കണ്ട് കണ്ണിറയാനുള്ള ഭാഗ്യം. നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണം. അള്ളാഹു ഇതിനെ സാധ്യമാക്കി തരട്ടെ. ഉമ്മക്ക് വിദ്യാഭ്യാസം കുറവാണ്, വാപ്പക്ക് വിദ്യാഭ്യാസം കുറവാണ്, മക്കൾക്ക് ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം, മറ്റു ഭാഷകൾ അറിയാം. അവർ കാണുന്നതോ നോക്കുന്നതോ വായിക്കുന്നതോ ഒന്നും കൺട്രോൾ ചെയ്യാൻ അധിക പാരൻസിനും കഴിയില്ല. ആവശ്യം എന്തെന്നറിയോ? നല്ല വചനങ്ങൾ, നല്ല ഉപദേശങ്ങൾ, നല്ല പ്രഭാഷണങ്ങൾ, സാരോപദേശങ്ങൾ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ അവർക്ക് തിരിയുന്ന ഭാഷയിൽ. എത്രയോ ലോകപണ്ഡിതന്മാരുണ്ട്. ഇസ്ലാമിക പ്രബോധനം അന്താരാഷ്ട്ര തലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധകന്മാരുണ്ട്. അവരൊക്കെ ഒന്ന് കേൾപ്പിക്കിൻ. നന്മ കേൾക്കട്ടെ. നന്മ കേൾക്കാതെയാണ് വളരുന്നതെങ്കിൽ അവർ തിന്മയുടെ ആളുകളായി മാറിപ്പോവാൻ.
ഒരു തലമുറ നശിക്കുകയാണ്. അവരെ രാജ്യത്തിന് കിട്ടൂല, നാടിന് കിട്ടൂല, കുടുംബത്തിന് കിട്ടില്ല, മനുഷ്യത്വത്തിന് കിട്ടില്ല. എന്താ പിന്നെ അതുകൊണ്ട് കാര്യം? അള്ളാഹു നമ്മെ പറഞ്ഞയച്ച ലക്ഷ്യം അതല്ല. അതുകൊണ്ട് സജ്ജനങ്ങളുടെ സ്വഭാവം ഹുസ്നുൽ വജ്ഹി മഅ സുയാന, 3 കാര്യങ്ങൾ കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞ മഹാനായ ഇമാം ഖുശൈരിയുടെ റിസാലയിലെ ഒരു ചർച്ചയായിരുന്നു നമ്മൾ പറഞ്ഞത്. നല്ല മുഖവും തിന്മയിലേക്ക് പോകാത്ത സൗന്ദര്യം, ഇത് കാണാൻ പ്രയാസമാണ്. വഹുസ്നുൽ ഖൗലി മഅൽ അമാന, സത്യസന്ധതയുള്ള വാക്കുകൾ. നല്ല വാക്കുകളാണ്, പക്ഷേ സത്യസന്ധതയില്ല. പൈസ ഏൽപ്പിച്ചാൽ മോഷ്ടിക്കും, കടയിലിരുത്തി കഴിഞ്ഞാൽ കടയിലെ കണക്ക് തെറ്റും, മുതലാളിയെ പറ്റിക്കും. പക്ഷെ ആള് നല്ല വാക്ക്, നല്ല വർത്തമാന പറയാ, പക്ഷേ പൈസ ഏൽപ്പിക്കാൻ പറ്റൂല, അമാനത്തില്ല, വിശ്വസിക്കാൻ പറ്റില്ല. വഹുസ്നുൽ ഇഖാഇ മഅൽ വഫാ, ഒരു സുഹൃത്തിനോട് ചെയ്യേണ്ട മര്യാദ ചെയ്യാൻ കഴിയാത്ത സൗഹൃദം. നല്ല ചങ്ങാതിയാണ്, പക്ഷെ ഒരു പ്രയാസം വന്ന് അവൻ ഓടും. കയ്യിലെ കാശ് തീർന്നാൽ അവൻ ഓടും. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കുറേ ആൾക്കാരെ കൂടെ പോകാനായ സർവ്വ ആൾക്കാരും ഇനിയിപ്പോൾ കൂടെ നടന്നാൽ പണി കിട്ടും, നമ്മോട് കടം ചോദിക്കും, വിടുക നല്ലത്. ഹുസ്നുൽ ഇഖാഇ മഅൽ വഫാ, ഒരു കൂട്ടുകാരൻ അവനൊരു പ്രയാസത്തിലാണെങ്കിൽ അവനെ കൈപിടിക്കണം, അല്ലേ? അവനൊരു ദുരിതത്തിലാണെങ്കിൽ കൂടെ നിൽക്കണം. അങ്ങനത്തെ സൗഹൃദവും കാണുന്നില്ലല്ലോ, എന്ന് കാണാൻ പ്രയാസമാണ്. ഒരാവശ്യമുള്ളിടത്ത് അവരെത്തുന്നില്ല, അങ്ങനെയല്ലേ? കൊറോണ വന്നപ്പോൾ പടച്ചോൻ ശരിക്ക് കാണിച്ചെന്നില്ലേ ആർക്കൊക്കെയാണ് വഫാ ഉള്ളത്? ഭാര്യമാരിൽ ആരൊക്കെയാണ് ഭർത്താവിന് രോഗം വന്നാൽ കൂടെ നിൽക്കുന്നത്? വീട്ടുകാർക്ക് കൊറോണ വന്നാൽ ആര് വാതിൽ തുറന്നു കൊടുത്തവർക്ക് ക്വാറന്റീന് സൗകര്യം വീട്ടിൽ ചെയ്തു കൊടുക്കും. അന്ന് വിചാരിച്ചത് എന്തോ വലിയ സംഭവമാണെന്ന്. വലിയ സംഭവമാണെങ്കിൽ തന്നെ നമ്മൾ അങ്ങനെ ആയിരുന്നു പെരുമാറേണ്ടിയിരുന്നത്. എത്ര ആളുകൾ പേടിച്ച് വിഷമിച്ച് ഒറ്റപ്പെട്ട് മരിച്ചുപോയി, ആലോചിച്ച് നോക്കിയത്. വാട്സപ്പിൽ കണ്ടില്ലേ നമ്മൾ, കോണി വെച്ച് കയറുന്ന സാധുക്കൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് വാതിൽ തുറന്നുകൊടുക്കാൻ ആളില്ല, ഗേറ്റ് തുറന്നുകൊടുക്കാൻ ആളില്ല, ഭക്ഷണം കൊടുക്കാൻ ആളില്ല. ഇപ്പുറത്തെ വീട്ടുകാർ കർട്ടൻ ഇട്ടൊക്കെ കണ്ട കൊറോണ വരുമെന്ന് വിചാരിച്ചിട്ട്. യാ അല്ലാ, ഇതൊക്കെ മറക്കാനായില്ല. മനുഷ്യ ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ദുഷിച്ച സ്വഭാവങ്ങൾ എവിടെയാണെന്ന് കാണിച്ചു തരാൻ അള്ളാഹു ചെയ്തൊരു പരീക്ഷണം തന്നെയായിരുന്നു അത്. കൂടെ നിൽക്കുന്നവരാരാണ്? ആരാണ് കൂടെ നിന്ന് ചതിക്കുന്നത്? ആർക്കാണ് നമ്മെ വേണ്ടത്? ആർക്കാണ് നമ്മുടെ പൈസ വേണ്ടത് എന്ന് അള്ളാഹു കാണിച്ചു തന്ന നേരമാണത്, അല്ലേ? ഹുസ്നുൽ ഇഖാഇ മഅൽ വഫാ ഇന്ന് ലോകത്ത് കാണാൻ വളരെ കുറവാണ്. ഹുസ്നുൽ വജ്ഹി മഅ സുയാന, നല്ല മുഖമുണ്ട്, ഗ്ലാമറുണ്ട്, പക്ഷെ അവന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. നല്ല മുഖസൗന്ദര്യമുള്ള മോളാണ്, പക്ഷെ അവൾക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ വേണം, ഫാൻസ് വേണം, പിന്നാലെ 4 ആള് വേണം. ഇതാഗ്രഹിക്കാത്ത ആണും പെണ്ണും കിട്ടുക പ്രയാസമാണ്. ഇത് ഇമാം ഖുശൈരി തങ്ങൾ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഹുസ്നുൽ ഖൗലി മഅൽ അമാന, നല്ല വാക്കാ പറയുന്നത്, വർത്തമാനമൊക്കെ നല്ല സ്വഭാവക്കാരനാണ്, പക്ഷേ പൈസയുടെ കാര്യം വഞ്ചിക്കും, പറ്റിക്കും. യാ അല്ലാഹ്, സജ്ജനങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നൽകുന്നു. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവർ, അവർക്ക് അല്ലാഹു മലക്കുകൾക്ക് നൽകുന്ന നൂറ് പോലെ ഒരു നൂറ് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുന്നുണ്ട്. റഅയ്തു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് മലക്കൻ യതീറു ഫിൽ ജന്നതി ബിജനാഹൈൻ. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 2 ചിറകുകളാൽ സ്വർഗ്ഗത്തിൽ പാറിപ്പറക്കുന്നത് ഞാൻ കണ്ടുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജഅഫർ റളിയല്ലാഹു അൻഹു മുഅത്തയിൽ ഷഹീദായ സ്വഹാബിയാണ്. ജഅഫർ തങ്ങളുടെ മഖാമ് മുഅത്തയിൽ ചെന്നാൽ കാണാൻ കഴിയും. ജോർഡാനിൽ നിന്ന്, അമ്മാൻ സിറ്റിയിൽ നിന്ന്, ജോർഡാൻ നാട്ടിൽ അമ്മാൻ സിറ്റിയിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ അകലെ ഏകദേശം വലിയൊരു മസ്ജിദുണ്ട്. ആ മസ്ജിദിലേക്ക് കയറി ചെന്നാൽ ഇടത് ഭാഗത്ത് ആദ്യം കാണുന്ന മഖാം ഒരു ഇന്ത്യക്കാരനായ മുതലാളിയാണ്. ആ മഖാമൊക്കെ വെള്ളിയുടെ മനോഹരമായ തകിടുകൾ കൊണ്ട് മനോഹരമായി ഇതിനെ അലങ്കരിച്ചിട്ടുണ്ട്. മാർബിൾ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോംബെയിൽ നിന്നോ മറ്റോ പോയ ഒരു കച്ചവടക്കാരനായൊരു ഇന്ത്യക്കാരനാണ്. ജഅഫർ തങ്ങളുടെ മഖാം അത്രയും മനോഹരമായി വിപുലീകരിച്ച് ഇപ്പോൾ അടുത്ത സമയത്താണ്, ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം. അവിടെ വർഷം എഴുതി വെച്ചിട്ടുണ്ട്, മറന്നുപോയി. അത് കഴിഞ്ഞാൽ മേലെയുണ്ട് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം. അത് കഴിഞ്ഞൊരു 200 മീറ്റർ അപ്പുറത്തുണ്ട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. മുഅത്തയിലെ 3 നേതാക്കന്മാർ, അവരാണ് ഇസ്ലാമിൻ്റെ കൊടി പിടിച്ചത്. അവരെ കന്തിവിഷമം കൊള്ളുന്നത് ജോർഡാനിലാണ്, മുഅത്തയിലാണ്.
നമ്മുടെ ദുബൈയിൽ നിന്നൊക്കെ ഒരു 2-2.5 മണിക്കൂർ ഫ്ലൈറ്റിന് യാത്ര ചെയ്താൽ ജോർഡാനിലെത്തും. യാ അല്ലാഹ്, ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിവുകളായി കിടക്കുക. പുണ്യനബി ഞങ്ങൾ പറയുന്നു, അതേ ജാഫർ എന്നവരെ ഞാൻ സ്വർഗത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. യതീറു ബിജനാഹൈനി, 2 ചിറകുകളാൽ, പ്രകാശത്തിന്റെ ചിറകുകളാൽ സ്വർഗത്തിലൂടെ പാറിക്കളിക്കുന്നത് ഞാൻ കണ്ടു. യതീറു മിൻഹാ ഹൈസു യശാ, വേണ്ടിടത്തെല്ലാം ജാഫർ എന്നവർക്ക് പാറിക്കളിക്കാൻ കഴിയും. 2 കൈയും മുറിക്കപ്പെട്ടിരുന്നു, ശത്രുക്കൾ മുറിച്ചിരുന്നു. ആ 2 കൈകൾക്ക് പകരം 2 ചിറകുകൾ അല്ലാഹു നൽകി ജാഫർ റളിയല്ലാഹു അൻഹു. ആരാധറിയോ? നബി തങ്ങളുടെ മൂത്താപ്പയുടെ മോനാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, എന്തേ കാരണം? ഇത് മരണത്തിന് ശേഷമാണ്, ഖബറിൽ കിടക്കുന്ന ലോകമാണിത്. പക്ഷേ സ്വർഗ്ഗലോകത്തേക്ക് അല്ലാഹു ആക്സസ് കൊടുത്തു. അതാണ് എന്തുകൊണ്ട് ദുന്യാവിൽ ജീവിക്കുന്ന അവസ്ഥ ഏതോ അതനുസരിച്ചായിരിക്കും ഖബറിലെ അവസ്ഥ. എങ്ങനെ? ദുന്യാവിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ച് ജീവിതം അവസാനിപ്പിച്ചത്, അതുപോലെയാണ് നമ്മുടെ ഖബറിലെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക. ജഅഫർ റളിയല്ലാഹു അൻഹു സൂറത്തു മറിയം മഹാനായ ജഅഫർ എന്നവരെ ഓതിക്കൊടുത്തൊരു രംഗമുണ്ട്. നജാഷി രാജാവിന്റെ മുമ്പിൽ എത്യോപ്യയിൽ മുസ്ലിമീങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടതായിരുന്നു. അവരവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരാൻ മക്കയിലെ ഡെലിഗേറ്റ്സ് നജാഷി രാജാവിന്റെ മുമ്പിലേക്ക് എത്തുന്നു. അവരോട് ചോദിക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് there are certain runaway slaves who escaped from our kingdom to your country. ഞങ്ങൾക്ക് അവരെ തിരിച്ചു കിട്ടണം. സ്ലേവ്സ്, അടിമകളാണെങ്കിൽ ഞങ്ങളുടെ അടിമകൾ നിങ്ങളുടെ നാട്ടിൽ വന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചയക്കണം. നിങ്ങളുടെ അടിമകൾ ഇവിടെ വന്നാൽ ഞങ്ങൾ തിരിച്ചയക്കും. പറഞ്ഞു, but there are some free men. എല്ലാവരും അടിമകളല്ല, കുറച്ച് അഹ്റാറുകളുമുണ്ട്, സ്വതന്ത്രന്മാരുമുണ്ട്. എന്തേ? അവര് ഞങ്ങളുടെ ആരാധന ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയൊരു ആരാധനാ രീതി സ്വീകരിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ അവര് ഒരു പ്രവാചകൻ അംഗീകരിക്കുന്നു, ഒരു പടച്ചവനേ ഉള്ളൂ എന്ന് പറയുന്നു. ആ പടച്ചവൻ കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനാണ് എന്ന് പറയുന്ന മഹോന്നതനായ പടച്ചവനാന്ന് പറയുന്നു. ഞങ്ങളോ 360 ബിംബങ്ങളെ കഅബയിലും ഉള്ളിലും പുറത്തും വെച്ച് പൂജിക്കുന്ന ഖുറൈശികളാണ്. ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ അവരൊക്കെ ശിക്ഷിച്ചു. ഞങ്ങളുടെ ശിക്ഷ സഹിക്കാൻ പറ്റാതെ അവർ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, have a duty upon me to listen to them. ഞാൻ അവരൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ. ജഅഫർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്ന് സംസാരിക്കുകയാണ്. നല്ല മനോഹരമായൊരു പ്രഭാഷണം അറബിയിൽ മഹാനവറുകളുടെ കാഴ്ചവെച്ചു. ഞങ്ങൾ എങ്ങനെയാണ്, ഞങ്ങളിപ്പോൾ എന്താണായത്, സ്ത്രീകൾ എങ്ങനെയായിരുന്നു അന്ന് അവരെ ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നത്, നബി തങ്ങൾ എങ്ങനെയാണ് അവർക്ക് മഹത്വം കൊടുത്തത്, അടിമകൾ എങ്ങനെയായിരുന്നു, ഞങ്ങൾ എങ്ങനെയായിരുന്നു, ഇതെല്ലാം പറഞ്ഞു കൊടുത്തു മഹാനായ ജഅഫർ എന്നവര്. അവസാനം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിം അല്ല, അന്ന് ശത്രുവാണ്. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറഞ്ഞു, രാജാവേ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈസ എന്ന് പറയുന്ന യേശു ക്രിസ്തു ദൈവപുത്രനല്ല എന്നാണ് അവര് പറയാ. അവര് പറയും റസൂൽ, ദൈവപുത്രൻ എന്ന് പറയൂല. സ്പീക്ക് ടു മീ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോഴാണ് ഈസ നബിയെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താ പറഞ്ഞൊരു. അപ്പൊ ജഅഫർ റളിയല്ലാഹു അൻഹു സൂറത്തു മറിയം ഓതി കൊടുക്കുകയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. വളരെ മനോഹരമായി ഓതി കൊടുത്തു. സൂറത്തു മറിയം കേട്ടപ്പോഴേ രാജാവിൻ്റെയും കൂടെയുള്ള ഭക്തിയുള്ള പുരോഹിതന്മാരൊക്കെ ഉണ്ട്. അവരുടെ കണ്ണുകൾ ഇങ്ങനെ കണ്ണുനീര് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഖുർആൻ കേട്ടിട്ടുള്ളൂ, പരിഭാഷ കേട്ടിട്ടില്ല. ഖുർആൻ കേട്ടപ്പോഴേക്കും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാണ്. രാജാവിൻ്റെ പരിഭാഷ പെടുത്തി കൊടുത്തു. നജാഷി രാജാവിൻ്റെ എത്യോപ്യൻ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു, the difference between us and you is not bigger than this line. അദ്ദേഹം തൻ്റെ കയ്യിലൊരു കുന്തം കൊണ്ടൊരു വര വരച്ചിട്ട് പറയാം, ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു വരയോളമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ഒന്നു തന്നെയാണല്ലോ. അദ്ദേഹം അവിടുന്ന് കലിമ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അദ്ദേഹം അത് ഉറക്കെ പറഞ്ഞത്, വ്യക്തമാക്കി പറഞ്ഞത് ഈ സംഭവത്തിനും ഒരുപാട് ശേഷമാണ്, 4-5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ അദ്ദേഹം അന്ന് തന്നെ മുസ്ലിമായിരുന്നു. മഹാന്മാർ ഇതിനെക്കുറിച്ച് പറയാൻ. എത്ര ആളുകൾ ഖുർആൻ കേൾക്കുന്നുണ്ട്? ഖൽബിൽ വല്ല അനക്കം വരുന്നുണ്ടോ? എത്ര ഖുർആനിന്റെ ഓഡിയോകൾ നമുക്ക് യൂട്യൂബിൽ കിട്ടും? നമ്മുടെ ഖൽബിന് വല്ല അനക്കം വരുന്നുണ്ടോ?
നല്ല മനോഹരമായ ഓത്താണ്, നല്ല ചുറുക്കുള്ള ഖിറാഅത്താന്ന് പറയും. പക്ഷെ നിങ്ങൾ കരയാറുണ്ടോ അത് കേൾക്കുമ്പോ? ഇല്ല. അത് കേൾക്കുമ്പോ മനസ്സിങ്ങനെ കോരിത്തരിക്കാറുണ്ടോ? അതും കുറവായിരിക്കാം. ചിലതൊക്കെ ഉണ്ട്, നല്ല മനോഹരമായ തഖ്വയുള്ള മുത്തഖീങ്ങളുടെ ഖിറാഅത്തും കാണാൻ കഴിയും.